ഇപ്പോൾ ഈ എക്സ്പോർട്ടേഴ്സ് ഒക്കെ വലിയ പ്രശ്നത്തിലാകാൻ പോവുകയാണ്. ഈ അമേരിക്കയിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്ന എക്സ്പോർട്ടേഴ്സ്. അപ്പൊ അവർക്കൊക്കെ വേണമെങ്കിൽ ഒരു 6 മാസത്തേക്ക് വായ്പ കൊടുത്തിരിക്കുന്നത് തിരിച്ചു വാങ്ങല് വേണ്ട, മൊറട്ടോറിയം വെച്ച് മുമ്പോട്ട് കൊണ്ടുപോകാം. അതുമല്ലെങ്കിൽ അവർക്ക് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ തന്നെ സബ്സിഡി കൊടുക്കുന്നതിന് തുല്യമാണ് GSTയിലെ റേറ്റുകളൊക്കെ കട്ട് ചെയ്തത്. വീണ്ടും ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള സഹായം, ഫിനാൻഷ്യൽ ഹെൽപ്പ് നൽകുക. പിന്നെ അതുപോലെ ബാങ്കുകൾ വഴി വായ്പ ലഭ്യമാക്കുക. ഇങ്ങനെ വായ്പാ ലഭ്യത ചെലവ് കുറഞ്ഞതാകുന്നു. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കുറയുന്നു. റീപ്പോ റേറ്റ് കുറച്ചപ്പോൾ അതിനനുസരിച്ച് ആനുപാതികമായ രീതിയിൽ ബാങ്കുകളും അവരുടെ റേറ്റ് കുറയ്ക്കും. വായ്പ എടുക്കുന്നവർക്ക് കൊടുക്കുന്ന വായ്പയുടെ റേറ്റ് കുറയ്ക്കും. അപ്പോൾ അങ്ങനെയൊക്കെ കൂടുതൽ പണം സമ്പദ്ഘടനയിൽ എത്തുക. അപ്പോൾ അടച്ചിട്ടിരിക്കുന്ന അല്ലെങ്കിൽ അടച്ചിടാൻ സാധ്യതയുള്ള, ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ 2 ഷിഫ്റ്റ് 3 ഷിഫ്റ്റ് പ്രവർത്തിക്കുന്ന റെഡിമെയ്ഡ് ഗാർമെന്റ്സിന്റെ ഒക്കെ ഉൽപാദന മേഖലകളും ഒക്കെ ഷിഫ്റ്റ് കുറച്ചേക്കാം, പൂർണ്ണമായിട്ട് അടച്ചേക്കാം. അത്തരം ഒരവസ്ഥ വരാതിരിക്കാനായിട്ട് ഒരു ഇടക്കാല സഹായം എന്ന രീതിയിൽ ബാങ്കുകൾ വായ്പ ഇളവ് ചെയ്യുക, വായ്പ മൊറട്ടോറിയം പ്രഖ്യാപിക്കുക, ഇതൊക്കെ ചെയ്യാനുള്ള സാധ്യതയുണ്ട് എന്നാണ് അദ്ദേഹം, അതായത് സഞ്ജയ് മൽഹോത്ര പറഞ്ഞത്.